നമസ്കാരം. വമ്പൻ കുതിപ്പിന് ശേഷം സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ നേരിയ മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രൂപയുടെ മൂല്യം വൻതോതിൽ ഇടിയുന്നത് സ്വർണ്ണവിലയെ ബാധിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സ്വർണത്തിന്റെ വില വൻതോതിൽ വർദ്ധിക്കാൻ രൂപയുടെ മൂല്യത്തകർച്ച കാരണമായി. കേരളത്തിൽ ഇന്നലെ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്കാണ് റിപ്പോർട്ട് ചെയ്തത്. 22 കാരറ്റ് സ്വർണ്ണ ഗ്രാമിന് 11,970 രൂപയും പവന് 95,760 രൂപയും ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. 18 കാരറ്റ് സ്വർണ്ണ ഗ്രാമിന് 9,845 രൂപയും പവന് 78,760 രൂപയുമാണ് ഇന്നലെ ഉണ്ടായത്. 14 കാരറ്റ് സ്വർണത്തിനാകട്ടെ ഗ്രാമിന് 7,665 രൂപയും പവന് 61,320 രൂപയുമായിരുന്നു. 9 കാരറ്റ് സ്വർണം ഗ്രാമിന് 4,945 രൂപയും പവന് 39,560 രൂപയുമായിരുന്നു ഇന്നലത്തെ വിപണി നിരക്ക്. ഇന്ന് ചെറിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. 22 കാരറ്റ് സ്വർണ്ണ ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 11,950 രൂപയും പവന് 160 രൂപ കുറഞ്ഞ് 95,600 രൂപയുമായി. 18 കാരറ്റ് സ്വർണ്ണ ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 9,825 രൂപയും പവന് 160 രൂപ കുറഞ്ഞ് 78,600 രൂപയുമായി. 14 കാരറ്റ് സ്വർണം ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 7,655 രൂപയും പവന് 80 രൂപ കുറഞ്ഞ് 61,240 രൂപയുമായി. 9 കാരറ്റ് സ്വർണം ഗ്രാമിന് 5 രൂപ കുറഞ്ഞ് 4,940 രൂപയും 40 രൂപ കുറഞ്ഞ് 39,520 രൂപയുമായി. അതേസമയം വെള്ളി വിലയിൽ നേരിയ വർധനവാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. ഇന്നലെ വെള്ളി ഗ്രാമിന് 185 രൂപയായിരുന്നു. ഇന്ന് 2 രൂപ വർദ്ധിച്ച് വെള്ളി ഗ്രാമിന് 187 രൂപയായി. കേരളത്തിൽ 22 കാരറ്റ് സ്വർണമാണ് ആഭരണം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ആഭരണം വാങ്ങുമ്പോൾ പണിക്കൂലി, GST, ഹോൾമാർക്ക് ചാർജ് എന്നിങ്ങനെ പലവിധ ചാർജുകൾ നൽകേണ്ടതുണ്ട്. 5% പണിക്കൂലി. സ്വർണ്ണവില, അതോടൊപ്പം തന്നെ പണിക്കൂലി എന്നിവയ്ക്ക് 3% GST നൽകണം. ഹോൾമാർക്കിംഗ് ചാർജായി 45 രൂപയാണ് നൽകേണ്ടത്. അതിന് 18% GST നൽകണം. ഇവയെല്ലാം ചേർത്താണ് സ്വർണ്ണാഭരണത്തിന് വില നൽകേണ്ടി വരിക. ഇങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ നിരക്കിൽ 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ 1 ലക്ഷം രൂപ വരെ വില നൽകേണ്ടി വരും. ഡിസൈൻ അനുസരിച്ച് പണിക്കൂലി കൂടിയും കുറഞ്ഞും വരും. അധികം ഡിസൈനിങ്ങും ഡീറ്റെയിലിംഗുമുള്ള ആഭരണങ്ങൾക്ക് പണിക്കൂലിയും കൂടുതലാണ്. അതേസമയം ക്യാരറ്റ് അനുസരിച്ചും സ്വർണ്ണവിലയിൽ വ്യത്യാസമുണ്ടാക്കും. 22 കാരറ്റിൽ 91% സ്വർണവും 18 കാരറ്റിൽ 75% സ്വർണവുമാണ്. എന്നാൽ 14 കാരറ്റിൽ 58%, 9 കാരറ്റിൽ 37%മാണ് സ്വർണം. സ്വർണത്തിന്റെ അളവ് കുറയുന്നതിന് അനുസരിച്ച് വിലയിലും മാറ്റമുണ്ടാകും. ഉത്സവ സീസണുകളിലും വിവാഹ സീസണുകളിലും ആവശ്യക്കാർ ഏറെയാണ് സ്വർണത്തിന്. ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് വില വർദ്ധിക്കും. നിലവിലെ വില വർധനവിന് കാരണം രൂപയുടെ മൂല്യത്തകർച്ചയാണ്. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വ്യാപാര കരാർ ഇല്ലാത്തതും തിരിച്ചടിയാണ്. അടിക്കടി ഉയരുന്ന ക്രൂഡ് ഓയിൽ വിലയും സ്വർണത്തിന്റെ വിലയെ സ്വാധീനിക്കും. അമേരിക്കയുടെ പലിശ നയങ്ങളും അന്താരാഷ്ട്ര വിപണിയിലെ അസ്ഥിരതയും രാജ്യങ്ങൾക്കിടയിൽ സംഘർഷവും യുദ്ധവുമെല്ലാം സ്വർണ്ണവിലയെ സ്വാധീനിക്കാൻ ഒരു പ്രധാന ഘടകങ്ങളായി മാറുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.